മുന്തിരിത്തോട്ടം കാണാൻ കേരളം വിട്ടു പോകണ്ട. വേണയിൽ മുന്തിരി കോട്ടയത്തും കായ്ക്കും. കോട്ടയം പള്ളത്ത് 7 സെന്റ് സ്ഥലത്ത് മുന്തിരി കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് സഹോദരന്മാരായ ശ്രീകുമാറും ശ്രീപ്രകാശും. വീടിനോട് ചേർന്ന തോട്ടത്തിലെ മുന്തിരിവള്ളികൾ പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും ചെയ്തു. കോട്ടയത്തെ മുന്തിരിത്തോപ്പിൽ നിന്നുള്ള മധുര കാഴ്ചകളിലേക്കാണിനി. മുന്തിരിക്കൃഷിക്ക് മഞ്ഞും തണുപ്പും പ്രധാനമാണ്. താരതമ്യേന ഈ കാലാവസ്ഥ കുറവുള്ള കോട്ടയത്ത് മുന്തിരിത്തോട്ടം സാധ്യമാകുമെന്ന് തെളിയിക്കുകയാണ് 2 സഹോദരന്മാർ. കോട്ടയം പ്രദേശത്തിന്റെ മണ്ണും മുന്തിരിത്തോട്ടത്തിന് അനുയോജ്യമാണെന്ന് തെളിയിക്കുകയാണ് സഹോദരന്മാരായ ശ്രീകുമാറും ശ്രീപ്രകാശും. സ്വന്തം മുന്തിരിത്തോട്ടം ബാങ്ക് മാനേജറായി വിരമിച്ച ശ്രീകുമാറിന്റെ വലിയ ആഗ്രഹമായിരുന്നു അത്. കമ്പത്ത് ജോലി ചെയ്യുമ്പോൾ മുതൽ കൂടെ കൂടിയ ആഗ്രഹം. വിശ്രമ ജീവിതത്തിൽ സഹോദരൻ ശ്രീപ്രകാശിനൊപ്പം ആ ആഗ്രഹം യാഥാർത്ഥ്യമാക്കി. ഒരു 1-2 മരങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ആഗ്രഹം ചേട്ടൻ പിന്നെയും പറഞ്ഞു, നല്ല വെയിലുള്ള ശക്തമായിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് വേണം. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പാലാ ഈരാറ്റുപേട്ട ഭാഗത്തൊക്കെ പോയി ഒരു 21 തൈയോളം മേടിച്ചിട്ട് അത് കൊണ്ട് വെച്ചു പരിപാലിച്ച് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കയറി വന്നു. അതിനകത്തൊരു 15 തൈയോളം നമുക്ക് കിട്ടി. മഴക്കാലത്ത് ഇത് നടാൻ പാടില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലത്തും പാടില്ല. ഒരു അരയടിക്ക് വെച്ച് ബഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത് നുള്ളിക്കളയണം. തൈ നട്ട് കഴിഞ്ഞ് കയറി വരുമ്പോൾ അത് കഴിഞ്ഞ് പന്തലെ കയറി കഴിഞ്ഞാൽ പിന്നെ സ്പ്രെഡ് ചെയ്യാൻ സമയം കൊടുത്തോണ്ട് ഒരു 7.5 മാസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അതിന്റെ സബ് ബ്രാഞ്ച് കട്ട് ചെയ്ത് കംപ്ലീറ്റ് കളഞ്ഞു. ജൈവവളം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച്, പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ ഒഴിക്കുക. അപ്പൊ അങ്ങനെ അതെല്ലാം കൂടെ നമ്മൾ കൊടുത്തിട്ട് രാവിലെയും വൈകിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുത്തപ്പോൾ ഈ സബ് ബ്രാഞ്ചിന്റെ 3 ബഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞെടുത്ത് 1 മുകളങ്ങളുണ്ടായി. അത് പൂവിട്ട് കായായി. 8-ാം മാസത്തിൽ ഞങ്ങൾക്ക് കായ വന്നു തുടങ്ങി. ഇപ്പൊ 4 മാസം വേണം മുന്തിരിയുടെ പൂർണ്ണ വളർച്ച. ഇതുപോലെ ബ്ലാക്കായിട്ട് വരുന്ന ഇതിപ്പം 2-3 ഐറ്റം ഉണ്ട്. ഏതാണെന്നറിയാം. ആദ്യം എല്ലാം പച്ച കളറിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് കളർ ചേഞ്ച് ആകും, റോസ് ആവും, ബ്ലാക്ക് ആവും. നവംബർ, ഡിസംബർ, ജനുവരി എന്ന് പറയുന്ന 3 മാസവും മഞ്ഞുകാലമാണ്. മഞ്ഞുകാലത്ത് പ്രൂൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. തണ്ടുകൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പൂ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രൂൺ ചെയ്യുന്നത് എന്തായാലും മഞ്ഞുകാലത്ത് തന്നെ. പൂക്കൾ വരുന്നത് മഞ്ഞുകാലത്തായിരിക്കണം, കായാകുന്നത് മഞ്ഞുകാലത്തായിരിക്കണം. ഇപ്പോ വേനലായപ്പോ ഇതെല്ലാം വിളഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആദ്യത്തെ 1-2 തവണയിലും അങ്ങനെ എടുത്തു പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. കുറെ പേര് പറയും എനിക്കും വീട്ടിൽ തന്നു വിടണമെന്ന്. പഠിക്കാൻ ഇതില്ലാത്തപ്പോ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. അസാധ്യ സ്വാദാണ്. രാസകീടനാശിനികളൊന്നും ചേരാത്ത ശുദ്ധമായ മുന്തിരി. കൃത്യമായ പരിപാലനവും കൃഷിയോടുള്ള താല്പര്യവുമുണ്ടെങ്കിൽ എന്തും എവിടെയും വിളയുമെന്ന് തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. കോട്ടയത്തിനി മുന്തിരി വിളവെടുപ്പിന്റെ കാലം. മുന്തിരിത്തോട്ടത്തു നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.